ട്രേഡിംഗ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കീ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ പഠിക്കാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ട്രേഡിംഗ് പഠിക്കുന്ന വീഡിയോ സീരീസിന്റെ 4ാമത്തെ വീഡിയോ ആണിത്. മുന്നേ ഉള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. ഇനി വളരെ സീരിയസ് ആയിട്ട് ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ പ്ലേലിസ്റ്റിൽ കയറി ആദ്യം തൊട്ടുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക. ഇനി വീഡിയോ തുടങ്ങും മുമ്പ് തന്നെ നിങ്ങളുടെ സമയം കളയാതെ പെട്ടെന്ന് ഞാൻ രണ്ട് കാര്യങ്ങളൊന്ന് പറയാം. വീഡിയോ സീരീസിന്റെ ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ട ആളുകൾ അതിനടിയിൽ ഒരുപാട് കമന്റ്സ് ഇട്ടിരിക്കുന്നതായിട്ട് കണ്ടു. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം അത് അറിഞ്ഞതിൽ. പക്ഷേ നമ്മൾ ട്രേഡിംഗ് മുന്നോട്ട് പഠിക്കുന്ന സമയത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വരും. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ട്രേഡിംഗ് ഒരിക്കലും സിമ്പിൾ ആയിരിക്കില്ല. നമ്മൾ എന്ത് പഠിക്കുന്നതും വളരെ നല്ലത് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് എടുക്കാം. പക്ഷേ വളരെ എളുപ്പമാണ്, ഒരുപാട് പൈസ വെറുതെ ഇരുന്ന് ഉണ്ടാക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാറ്റിവെക്കുക. വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ട്രേഡിംഗിൽ നിന്നും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പണം ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, സെബി പറയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ, ഞാൻ പഠിച്ച കാര്യങ്ങളും ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. ട്രേഡിംഗ് റിസ്ക്കിയാണ്, ഇൻവെസ്റ്റിംഗ് റിസ്ക്കിയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റിസർച്ച് വളരെ അത്യാവശ്യമാണ്. ഓൾറൈറ്റ്, അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചോദ്യം ചോദിച്ച് തുടങ്ങാം. നമ്മൾ പലപ്പോഴും പല സ്ഥലത്തും കേൾക്കാറുണ്ട്, അതല്ലെങ്കിൽ എൻ്റെ മുമ്പുള്ള ട്രേഡിംഗ് വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചില സമയത്ത് ബയേഴ്സ് കൂടുതലാണ്, അപ്പോൾ പ്രൈസ് മുകളിലോട്ട് പോകും. അതല്ലെങ്കിൽ വേറെ ചില സമയത്ത് സെല്ലേഴ്സ് ആയിരിക്കും കൂടുതൽ, അപ്പോൾ പ്രൈസ് താഴോട്ട് പോകും. ഈ കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ചോദ്യം, ബയേഴ്സ് ആണ് കൂടുതൽ എന്ന് പറയുന്ന ആ ഒരു സമയം നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. വിൽക്കാൻ ഒരാളില്ലാതെ എങ്ങനെ ഈ ബയേഴ്സ് സാധനം വാങ്ങിക്കും? ഇവിടുത്തെ കേസിലാണെങ്കിൽ സ്റ്റോക്ക് എങ്ങനെ, വിൽക്കാൻ ആളില്ലാതെ എങ്ങനെ ബയേഴ്സ് സ്റ്റോക്ക് വാങ്ങിക്കും? വേറൊരു തരത്തിൽ ചോദിച്ചാൽ, ബയറും സെല്ലറും ഇല്ലാതെ എങ്ങനെ ഒരു ട്രാൻസാക്ഷനോ ട്രേഡോ നടക്കും? അപ്പോൾ ബയേഴ്സ് ആണ് കൂടുതൽ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് മീനിങ് ആക്കുന്നത്? അപ്പോൾ ഇത് ഒരുപാട് ആളുകളും തെറ്റായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയതുകൊണ്ടുമാണ് ഇത് ഞാൻ ഇവിടെ പറയണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ബയേഴ്സ് ആണ് ഒരു മാർക്കറ്റിൽ കൂടുതൽ എന്ന് പറയുന്നതിൻ്റെ ശരിക്കുള്ള മീനിങ്, ബയേഴ്സ് ആണ് ഡോമിനേറ്റിംഗ് എന്നാണ്. ആ സ്റ്റോക്കിന് കൂടുതൽ പ്രൈസ് കൊടുത്ത് വാങ്ങാൻ അവർ തയ്യാറാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബയേഴ്സ് ആണ് കൂടുതൽ അഗ്രസീവ്. ഇനി നേരെ തിരിച്ച് സെല്ലേഴ്സ് ആണ് ഇപ്പോൾ മാർക്കറ്റ് കൂടുതലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള മീനിങ് എന്താണ്? അതിൻ്റെ ശരിക്കുള്ള മീനിങ് സെല്ലേഴ്സ് ആണ് ഇപ്പോൾ ഡോമിനേറ്റിംഗ്. ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറവ് വിലയ്ക്ക് പോലും കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് വിൽക്കാൻ അവർ തയ്യാറാണ്. അവർ എക്സിറ്റ് ചെയ്യാൻ ഡെസ്പറേറ്റ് ആണ്. അപ്പോൾ ഓവറോൾ നോക്കിയാൽ ഇവിടെ സെല്ലേഴ്സ് ആണ് കൂടുതൽ അഗ്രസീവ്. അപ്പോൾ ബയേഴ്സ് ആണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ വിറ്റതിനേക്കാളും കൂടുതൽ സ്റ്റോക്സ് വാങ്ങി എന്നല്ല അർത്ഥം. അത് ടെക്നിക്കലി റോങ് ആണ്. അങ്ങനെ ഒരു സംഭവം പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മൾ ഒരു ടൈം ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ അവിടെ വിറ്റതും വാങ്ങിയതുമായിട്ടുള്ള സ്റ്റോക്കിന്റെ എണ്ണം, നമ്പേഴ്സ് എപ്പോഴും സെയിം ആയിരിക്കും. അവിടെ വ്യത്യാസം വന്നത് ക്വാണ്ടിറ്റിയിലല്ല, ബയ്യോ സെല്ലോ ചെയ്ത ആളുകളുടെ മൈൻഡ് സെറ്റിലാണ്. അതല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ടീം ആയിരിക്കും കൂടുതൽ അഗ്രസീവ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം ഒരുപാട് വലിച്ചു നീട്ടേണ്ടാനുള്ള ആവശ്യമൊന്നുമില്ല. മിക്ക ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ മനസ്സിലായവർ താഴെ ചാപ്റ്റർ നോക്കി അടുത്ത ചാപ്റ്ററിലേക്ക് പൊക്കോളൂ. പക്ഷേ ഈ പറഞ്ഞ കാര്യം മനസ്സിലാവാത്തതായിട്ട് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കൂടെ പറയാം. നമുക്ക് ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ടൊരു കമ്പനി എടുക്കാം. ആ കമ്പനിയുടെ 100 സ്റ്റോക്ക്, ഒരു സ്റ്റോക്കിന് 100 രൂപ വീതം വിൽക്കാനായിട്ട് സെല്ലേഴ്സ് ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ ബയേഴ്സ് ആണ് കൂടുതൽ, അതല്ലെങ്കിൽ ബയേഴ്സ് ആണ് കൂടുതൽ അഗ്രസീവ് എന്ന് നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സെനാരിയോ വരുന്ന സമയത്ത് ആ 100 സ്റ്റോക്കും അപ്പം തന്നെ വിറ്റുപോകും. പക്ഷേ അത് അവിടെ കൊണ്ട് തീരുന്നില്ല. ബയേഴ്സ് നല്ല അഗ്രസീവ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ബൈ ചെയ്യാൻ അവർ തയ്യാറാണ്. അപ്പോൾ മേ ബി സെല്ലേഴ്സ് കുറെ കൂടെ സ്റ്റോക്സ് വിൽക്കാൻ തയ്യാറാവും. അത് വിൽക്കുന്നത് 100 രൂപയ്ക്ക് ആയിരിക്കില്ല, മേ ബി 105-നായിരിക്കും. വീണ്ടും ബയേഴ്സ് അഗ്രസീവായിട്ട് തന്നെ അവിടെ നിൽക്കുവാണെങ്കിൽ അത് 110 ആകും. അങ്ങനെ ഒരു 1000 സ്റ്റോക്ക് വിറ്റ് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ പ്രൈസ് 120-ലെത്തും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ 5 മിനിറ്റ് കൊണ്ട്, അതായത് 5 മിനിറ്റിൻ്റെ ഒരു ടൈം ഫ്രെയിം കൊണ്ടാണ് നടന്നതെങ്കിൽ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. 1000 സ്റ്റോക്കുകൾ വിറ്റു, 1000 സ്റ്റോക്കുകൾ വാങ്ങി, പ്രൈസ് 100-ൽ നിന്ന് 120 വരെ എത്തി. സെയിം നമ്പർ ഓഫ് ബൈയിങ്ങും സെയിം നമ്പർ ഓഫ് സെല്ലിങ്ങും ആണ് അവിടെ നടന്നത്. ബയേഴ്സ് കുറച്ച് കൂടുതൽ അഗ്രസീവ് ആയിരുന്നു എന്ന് മാത്രം. അപ്പോൾ ബയേഴ്സ് ആണ് കൂടുതൽ എന്ന് നിങ്ങൾ ഇനി എപ്പോൾ കേട്ടാലും നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, കൂടുതൽ പണം കൊടുക്കാൻ ബയേഴ്സ് റെഡി ആയിരുന്നു. അവരായിരുന്നു കൂടുതൽ അഗ്രസീവ്, അവരാണ് അപ്പോൾ ആ മാർക്കറ്റിൽ ഡോമിനേറ്റിംഗ്. ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. അതേപോലെ തന്നെ തിരിച്ച് സെല്ലേഴ്സ് ആണ് ഇപ്പോൾ മാർക്കറ്റ് കൂടുതൽ എന്ന് നിങ്ങൾ കേട്ടാൽ, ഇപ്പോൾ ഉള്ളതിനേക്കാളും താണ വിലയിൽ വിൽക്കാൻ സെല്ലേഴ്സ് തയ്യാറാണ് എന്നും, അവരാണ് കൂടുതൽ അഗ്രസീവ് എന്നും, അവരാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതെന്നും മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കോൺസെപ്റ്റ് പഠിക്കാം. ഈ കോൺസെപ്റ്റ് പഠിക്കാനായിട്ട് ഞാനൊരു ചെറിയ കഥ പറയാം. ഈ കഥ ഞാൻ കംപ്ലീറ്റ്ലി എടുത്തിരിക്കുന്നത് സെറോദയുടെ ടെക്നിക്കൽ അനാലിസിസിൻ്റെ സ്റ്റഡി മെറ്റീരിയലിൽ നിന്നാണ്. കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് ടു സെറോദ.
അപ്പോൾ ഈ കഥ മറ്റാരുടെയും അല്ല, നമ്മൾ തന്നെയാണ്, നമ്മൾ തന്നെ നമ്മളെ പറ്റി ഇമാജിൻ ചെയ്യുക. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഒരു ഫോറിൻ കൺട്രിയിൽ ഒരു ട്രിപ്പ് പോയിരിക്കുകയാണ്. അപ്പോൾ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ആരോ പറയുന്നു അവിടെ ഒരു നല്ല നൈറ്റ് മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയാൽ അടിപൊളി ഫുഡൊക്കെ കിട്ടുമെന്ന്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് കടകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് കടയിൽ നിന്ന് ആഹാരം കഴിക്കണം എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ നമ്പർ 1, നമ്മൾ ഓരോ കടക്കാരുടെയും അടുത്ത് ചെല്ലുന്നു. നമ്മൾ അവിടെ ചെന്ന് നോക്കുന്നു എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അവർ ഉപയോഗിക്കുന്നത്, ഏത് കുക്കിംഗ് സ്റ്റൈലാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മൾ അടുത്ത് നിന്ന് അത് നോക്കി മനസ്സിലാക്കുന്നു. ഇതേ എക്സസൈസ് തന്നെ നമ്മൾ പല കടക്കാരുടെ അടുത്ത് ചെന്ന് നിന്ന് നമ്മൾ ചെയ്യുന്നു. അപ്പം നമുക്ക് മനസ്സിലാവും നമുക്ക് ഏറ്റവും ചേർന്നതോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള കുക്കിംഗ് സ്റ്റൈലും ഇൻഗ്രീഡിയൻസും ഒക്കെ ആഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് നമ്മൾ ആഹാരം വാങ്ങി കഴിക്കുന്നു. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എടുക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പോയി കണ്ട് ഓരോ സ്ഥലത്ത് നിന്നും നമ്മൾ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ഏറ്റവും കൂടുതൽ ചേരാൻ പോകുന്നത് നമുക്കായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ചേർന്ന ഒന്നായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു മെത്തേഡിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 100 കടകളുണ്ടെങ്കിൽ നമുക്ക് ഈ 100 കടയിലും പോയി ഇതേ കാര്യം ചെയ്യാൻ സാധിക്കില്ല. മേ ബി 4 5 അതല്ലെങ്കിൽ 10 കടയിൽ നമ്മൾ ചെയ്യുമായിരിക്കും. അപ്പോൾ ഒരു ഹൈ പ്രോബബിലിറ്റി ഉള്ളത് ആ സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് കട ചിലപ്പോൾ നമ്മൾ മിസ്സാക്കി കളയാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? നമ്മൾ ആ നൈറ്റ് മാർക്കറ്റിൻ്റെ അവിടെ ചെല്ലുന്നു, ഏതെങ്കിലും ഒരു കോർണറിൽ പോയി വെറുതെ നിൽക്കുന്നു, നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ പോയി സാധനം വാങ്ങിക്കുന്ന കട നമ്മൾ ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന കട അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കട എന്നുള്ളൊരു അസംഷനിലേക്ക് നമ്മളങ്ങ് പോകുന്നു. അപ്പോൾ ഈ ഓപ്ഷൻ 2ൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സ്കെയിലബിൾ ആണ്. അതായത് 100 അല്ല 500 അല്ല 1000 കടയുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്ന ഏതാണോ അതാണ് നിങ്ങൾ പോയി കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ഫുഡ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്നത് ആ ഹോൾ ക്രൗഡിൻ്റെ പ്രിഫറൻസിൽ നിന്നാണ്. പക്ഷേ ഈ ഒരു ഓപ്ഷൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ആ ഒരു ഹോൾ ക്രൗഡ് ഫോളോ ചെയ്യുന്ന ആ ഒരു പ്രിഫറൻസ് മേ ബി നിങ്ങൾക്ക് ചേരുന്നത് ഒന്നായിരിക്കില്ല എന്നുള്ള പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോൾ പ്രോസസ്സിനെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്താൽ ഈ ഓപ്ഷൻ 1 ആണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സംഭവം. നമ്മൾ ഏതെങ്കിലുമൊക്കെ കമ്പനി, നമ്മൾ അവിടെ കടകൾ എടുത്ത് വെച്ചതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ കമ്പനി എടുത്ത് വെച്ച് ആ കമ്പനിയെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു. അത് നമുക്ക് റെലവെന്റ് ആവുന്നത് നമ്മൾ ലോങ് ടേമിൽ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്താണ്. 5 വർഷമോ 10 വർഷമോ 20 വർഷമോ ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഫണ്ടമെന്റൽ അനാലിസിസിനെ പറ്റി ഒരു സീരീസ് ഓഫ് വീഡിയോ നമുക്ക് ഈ ട്രേഡിംഗ് സീരീസ് കഴിഞ്ഞതിന് ശേഷം ചെയ്യാം. പക്ഷേ നമ്മൾ ഈ കണ്ട രണ്ടാമത്തെ ഓപ്ഷനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അവിടെയുള്ള ഓപ്പർച്യൂണിറ്റി, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ് നോക്കിയിട്ടാണ്. അതല്ലെങ്കിൽ മാർക്കറ്റിലുള്ള ആളുകളുടെ പ്രിഫറൻസ് നോക്കിയിട്ടാണ്, മാർക്കറ്റിലുള്ള ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ കമ്പനി ഏറ്റവും ബെസ്റ്റ് കമ്പനി ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അവിടെ ആയതുകൊണ്ട് നമ്മൾ കുറേ ടെക്നിക്കൽ അനാലിസിസ് ചെയ്ത് അവിടെ നിന്നും പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ഈ സീരീസിൽ കൂടെ ചെയ്യാൻ ശ്രമിക്കുന്നതും ഈ ടെക്നിക്കൽ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പഠിക്കാനാണ്. ഇനി ടെക്നിക്കൽ അനാലിസിസിന്റെ ഒരു ഡെഫിനിഷൻ പറയാനാണെങ്കിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, അതായത് മാർക്കറ്റിൽ പങ്കെടുക്കുന്ന ആളുകൾ, നമ്മളെ പോലുള്ള ബയേഴ്സും സെല്ലേഴ്സും ഒക്കെ തന്നെയാണ് ഈ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. അപ്പോൾ ഈ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്റെ ആക്ഷൻസ്, ആ ആക്ഷൻസിനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് മാർക്കറ്റിൽ തന്നെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്റെ ആക്ഷൻസ് അതെങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പഠിച്ച ചാർട്ട്സിൽ കൂടെ. ആ ചാർട്ടിൽ പല പാറ്റേൺസും ഉണ്ടാവും. കാൻഡിൽ സ്റ്റിക്സിന്റെ നീളവും വീതിയും ഒക്കെ നമ്മൾ നോക്കും. അത് മാത്രമല്ല അതിനോടൊപ്പം കുറെ കൂടെ ടൂൾസ് നമ്മൾ ആഡ് ചെയ്യും. ആ ടൂൾസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് വരുന്ന സെഷനിൽ കാണാം. അപ്പോൾ അങ്ങനെ ഈ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്റെ ഒക്കെ ആക്ഷൻസ് നമ്മൾ ആ ചാർട്ട് വാച്ച് ചെയ്ത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഓപ്പർച്യൂണിറ്റീസും ഐഡന്റിഫൈ ചെയ്യുന്നു. എന്താണ് ഓപ്പർച്യൂണിറ്റീസ്? ഇപ്പം നമുക്ക് വാങ്ങിക്കാം, അതല്ലെങ്കിൽ ഇപ്പം നമുക്ക് വിൽക്കാം, അതല്ലെങ്കിൽ ഇപ്പം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. എത്രത്തോളം നമ്മുടെ ഈ പോയിന്റ് ഓഫ് വ്യൂ ശരിയാവുന്നോ അത്രത്തോളം നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഒരു ട്രേഡിംഗ് ചെയ്യുന്ന ആൾ എപ്പോഴും ഈ പോയിന്റ് ഓഫ് വ്യൂ അവർക്ക് 100% ശരിയാക്കാനല്ല ശ്രമിക്കുന്നത്. അങ്ങനെ ഈ ലോകത്തിലുള്ള ഒരു ട്രേഡർക്കും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ശരിയായപ്പോൾ നമുക്ക് കിട്ടിയ ലാഭം വെച്ചിട്ട് അതിൽ നിന്നും നമുക്ക് തെറ്റായ സമയത്ത് നമുക്ക് വന്ന നഷ്ടം ഇത് തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാഭമായിരിക്കണം. ഇത്ര മാത്രമാണ് ട്രേഡേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റൽ വലുതാവുമ്പോഴും ഈ ലോസ് ചെറുതാവുമ്പോഴും നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാവും. അതല്ലാതെ എടുക്കുന്ന എല്ലാ ട്രേഡും 100% പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡർ ഈ ലോകത്തില്ല. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ അറിയണം. ഞാൻ നേരത്തെ പറഞ്ഞു ഫണ്ടമെന്റൽ അനാലിസിസിനെ പറ്റി. അപ്പോൾ ആ ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണ് നോക്കുന്നത്? ഒരു കമ്പനി നല്ലതാണോ എന്നാണ്. നല്ലതാണെങ്കിൽ ആ കമ്പനിക്ക് ഇപ്പം സ്റ്റോക്ക് നമ്മൾ മേടിക്കുന്ന സമയത്ത് എത്ര രൂപ കൊടുക്കാം എന്നൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ആ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ വില ഇച്ചിരി ഓവർ വാല്യൂഡ് ആണ്, അതല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് ആണ്, ഇപ്പോൾ വേണേൽ കുറച്ച് വാങ്ങി വയ്ക്കാം.
അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നതിനാണ് ഈ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. മിസ്റ്റർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരാൾ വന്ന് നമ്മുടെ ഫാം വാങ്ങാൻ വരുന്ന ഒരു കഥയൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടി കാണും. പക്ഷേ ട്രേഡിംഗ് പഠിക്കാൻ വന്നവരാണെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പറ ചെയ്യേണ്ട, അത് വിട്ടേക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ ഈ കമ്പനി നല്ലതാണോ, ഇതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ, ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ആകെ നോക്കുന്നത് ഇതിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റും പിന്നെ എത്രത്തോളം ആളുകളാണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഈ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില അസംഷൻസ് വെക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്, അത് എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഞാനതെല്ലാം പെട്ടെന്നൊന്ന് പറയാം. ഒന്നാമത്, മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ്. ഈ അസംഷൻ പറയുന്നത് നമുക്കറിയുന്നതും നമുക്കറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ സ്റ്റോക്കിന്റെ പ്രൈസിൽ റിഫ്ലക്ട് ചെയ്യും എന്നാണ്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ കമ്പനിക്ക് ഉള്ളിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇൻസൈഡർ ഇൻഫർമേഷൻ എടുത്തു എന്ന് കരുതുക. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷേ അദ്ദേഹത്തിന് അറിയാം ഈ ക്വാർട്ടറിൽ ഈ കമ്പനിക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ട് എന്ന് അവർ അനൗൺസ് ചെയ്യും. എല്ലാ വർഷവും ഒരു കമ്പനിക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടിയെന്നുള്ളത് അവർ അനൗൺസ് ചെയ്യണം. അത് നിയമമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണെങ്കിൽ. അപ്പോൾ അവരിപ്പോൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അനൗൺസ് ചെയ്യുമ്പോൾ നല്ല പ്രോഫിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ആ കമ്പനിയിൽ തന്നെയുള്ള ഒരാൾ ഈ സ്റ്റോക്ക് കുറേ വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇത് ആരോടും പറയാതെ ഒളിച്ചിരുന്ന് ഇദ്ദേഹം ഈ സ്റ്റോക്ക് വാങ്ങിക്കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഈ സ്റ്റോക്കിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന മുകളിലോട്ടുള്ള മാറ്റം, ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്ന സമയത്ത് ഈ പ്രൈസ് ചിലപ്പോൾ മുകളിലോട്ട് പോയേക്കാം. അപ്പോൾ മുകളിലോട്ട് പോകുന്ന ആ ഒരു പ്രോസസ്സ് ഒരു ട്രേഡറിനെ കാണിച്ചു തരുന്ന എന്താണ്, ഇതൊരു പോസിറ്റീവ് മൂവ് ആണ്, ഇതൊരു ഗുഡ് ബൈ ആണ് എന്നാണ്. അപ്പോൾ വളരെ സീക്രട്ടായിട്ട് നടന്ന ആ ഒരു സംഭവം പോലും ഈ പ്രൈസിന്റെ മൂവ്മെന്റിൽ നിന്നും നമുക്ക് ആ ചാർട്ട് അതല്ലെങ്കിൽ ആ സ്റ്റോക്ക് നമുക്ക് പറഞ്ഞു തരും എന്നാണ്. ഇതാണ് ഒരു അസംഷൻ. നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കേട്ട് നോക്കുക. ഇനി രണ്ടാമത്തത്, ദി ഹൗ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വൈ. ഇത് ഫസ്റ്റ് അസംഷന്റെ തന്നെ വേറൊരു എക്സ്റ്റൻഷൻ ആണ്. നമ്മൾ മുകളിൽ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇൻസൈഡർ എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് എല്ലാം വാങ്ങിക്കൂട്ടിയത് എന്നൊരു ട്രേഡർ അറിയേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇൻസൈഡറിന്റെ ആക്ഷൻ കാരണം പ്രൈസ് മുകളിലോട്ട് പോയി. ആ പ്രൈസ് മുകളിലോട്ട് പോയ സംഭവം നമ്മുടെ ചാർട്ടിൽ കാണുന്നുണ്ട്. നമ്മൾ അത്ര മാത്രം അറിഞ്ഞാൽ മതി. സോ വൈ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം ഇറലവൻ്റ് ആണ്. ട്രേഡറിന് ആകെ അറിയേണ്ട സംഭവം ഹൗ എന്നുള്ളത് മാത്രമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, പ്രൈസ് മൂവ്സ് ഇൻ ട്രെൻഡ്. മാർക്കറ്റിലുള്ള ഏതൊരു മേജർ മൂവ്മെന്റും ട്രെൻഡിന്റെ ഭാഗമാണ് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഈ ട്രെൻഡൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കുന്നുണ്ട്. ഈ ട്രെൻഡ് എന്ന് പറയുന്നത് ഈ ടെക്നിക്കൽ അനാലിസിസിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ജസ്റ്റ് ഇതൊരു അസംഷൻ മാത്രമാണ്. ഒരു ട്രെൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ട്രെൻഡിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യും എന്നുള്ളതാണ് ആ അസംഷൻസ്. നിങ്ങൾ കൂടുതൽ ഇതിനെപ്പറ്റി വർ ചെയ്ത് കൺഫ്യൂസ്ഡ് ആവേണ്ട, നമുക്ക് അതൊക്കെ അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഇനി നാലാമത്തെ ഒരു അസംഷൻ, ഹിസ്റ്ററി ടെൻഡ്സ് ടു റിപ്പീറ്റ് ഇറ്റ്സെൽഫ്. ടെക്നിക്കൽ അനാലിസിസിന്റെ ഒരു വലിയ അസംഷൻ തന്നെ ഈ പ്രൈസിന്റെ മൂവ്മെന്റും മറ്റുമൊക്കെ ഹിസ്റ്ററിയിൽ കാണിച്ചതുപോലെ തന്നെ അത് റിപ്പീറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ കാരണമായിട്ട് പറയുന്നത് തന്നെ ഈ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, അതായത് ഈ മാർക്കറ്റിൽ പങ്കെടുക്കുന്ന ആളുകൾ പല പ്രൈസ് മൂവ്മെന്റ്സിനും റിയാക്ട് ചെയ്യുന്നത് ഏകദേശം ഒരേപോലൊക്കെ തന്നെ ആയിരിക്കും എന്നതാണ്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഈ സെറോദയുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നെ പറയുന്ന ഒരു കാര്യം, മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൽ നമ്മുടെ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ആളുകൾ കൂടുതൽ വാങ്ങാനായിട്ട് ഗ്രീഡിയാവും. അതേപോലെ തന്നെ നേരെ തിരിച്ച് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ വാങ്ങിയ സ്റ്റോക്ക് നഷ്ടത്തിലാണ് വെക്കുന്നതെന്ന് അറിഞ്ഞു പോലും ആളുകൾ കൂടുതൽ വിറ്റ് ഒഴിവായി രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കും. അപ്പോൾ ഈ മനുഷ്യന്റെ ഈ ഒരു സൈക്കോളജി, അതല്ലെങ്കിൽ മനുഷ്യന്റെ ആ ഒരു ഇമോഷൻസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയി വരുന്നത് നമ്മുടെ ഈ ചാർട്ടിലും നമ്മുടെ ഈ മാർക്കറ്റിലും റിഫ്ലക്ട് ചെയ്യും എന്നാണ് ഈ അസംഷൻ. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ മുന്നോട്ട് അടുത്ത വീഡിയോ തൊട്ട് പഠിക്കാൻ പോകുന്നത് ഇൻ ഡെപ്തിലുള്ള ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഒട്ടും ലേറ്റ് ആവാതെ തന്നെ ആ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. എനിക്കറിയാം ഈ വീഡിയോ അത്ര ഇൻട്രസ്റ്റിംഗ് ഒന്നും ആയിരിക്കില്ല, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കോൺസെപ്റ്റ്സ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ കോൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തതിൻ്റെ കാരണം ഈ കോൺസെപ്റ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ ഈ കോൺസെപ്റ്റ്സ് നിങ്ങളെ ഡെഫിനറ്റ് ആയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.